ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഫ്ലിപ്കാർട്ടിൽ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പം അതിൻ്റെ കൂടെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ ഫുള്ള് വീഡിയോ കാണുക. ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന പേജ് എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ട് സെല്ലർ അക്കൗണ്ട് പേജാണ്. അപ്പോൾ എങ്ങനെ സെല്ലർ അക്കൗണ്ട് പേജ് ഓപ്പൺ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഫ്ലിപ്കാർട്ട് സെല്ലർ എന്നടിക്കുക, ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ. എന്നിട്ട് അടുത്ത് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. വൈ സെൽ ഓൺലൈൻ, വൈ ഫ്ലിപ്കാർട്ട്, വൈ ഷോപ്സി. ഷോപ്സി എന്ന് വെച്ചാൽ വേറൊരു ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ ഒരു സെല്ലിംഗ് പോർട്ടലാണ് ഷോപ്സി എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അത് കൺഫേം ചെയ്യുക. പിന്നെ OTP വരും. ആ OTP മേളിൽ കാണുന്ന നമ്പറാണ്. അതിൻ്റെ താഴത്തായിട്ട് OTP വന്നിട്ടുണ്ടാവും മൊബൈൽ നമ്പറിൽ. അപ്പോൾ ആ OTP അടിച്ചു കൊടുക്കുക. അതിൻ്റെ താഴത്തായിട്ട് OTP അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ താഴത്തായിട്ട് ഇമെയിൽ ID ഉണ്ട്. അത് ഇമെയിൽ ID ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഞാൻ ക്രിയേറ്റ് ചെയ്യുക, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ കൺഫേം പാസ്വേഡ്, സെയിം പാസ്വേഡ് താഴത്ത് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റത്തെ ഓപ്ഷൻ കൊടുക്കുക, ഏത് കാറ്റഗറിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന്. പിന്നെ GSTIN നമ്പർ, GSTIN നമ്പർ എല്ലാത്തിനും ഇപ്പോൾ ബുക്സൊക്കെ സെല്ല് ചെയ്യുവാണെങ്കിൽ GSTIN നമ്പർ വേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ GST നമ്പർ വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി എടുത്ത് വെച്ചിരിക്കണം GSTIN നമ്പർ. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിക്കപ്പ് അഡ്രസ്സ് ക്ലിക്ക് ചെയ്യുക. പിക്കപ്പ് അഡ്രസ്സ് എന്ന് പറയുമ്പം ഇപ്പോൾ എവിടെ നിന്നാണ് പിക്കപ്പ് ചെയ്യുന്നത് ആ അഡ്രസ്സ് പിന്നെ ഇട്ട് കൊടുക്കുക. എവിടെ നിന്നാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് അതിൻ്റെ അഡ്രസ്സാണ് ചോദിക്കുന്നത്, അത് അടിച്ചു കൊടുക്കണം. നെക്സ്റ്റ് അടിക്കുമ്പം ബിസിനസ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാനുണ്ട്, അത് അടിച്ചു കൊടുക്കണം. GSTIN നമ്പർ വെച്ച് അടിച്ചു കൊടുത്ത് ബിസിനസ് ഡീറ്റെയിൽസും നെയിം, പാൻ നമ്പർ, ബിസിനസ് ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ, അഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ അതെല്ലാം കൊടുത്തിട്ട് പിന്നെ നമ്മുടെ സിഗ്നേച്ചറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിക്കാം. ബാങ്ക് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുന്നത്, ഇതിൽ ഏതാണോ ബാങ്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ട് കണ്ടിന്യൂ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ഫൈനൽ സ്റ്റേജാണ്. എന്നിട്ട് നേരെ പോയി ഇമെയിൽ ചെക്ക് ചെയ്യുക, അതിൽ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളും വന്നിട്ടുണ്ടാവും. അങ്ങനെ അതിൽ നിന്ന് ലിങ്ക് വഴി ഇതിലോട്ട് കയറാം. എന്നിട്ട് പാസ്വേഡും യൂസർ നെയിമും കൊടുത്തത്, ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ് ഏതാണെന്ന് വെച്ചാൽ കൊടുത്തത് അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അത് കൊടുത്ത് നമുക്ക് കയറാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.